ഇറാനിൽ സൈനിക നടപടി ഉടനില്ലെന്ന് സൂചന നൽകി ട്രംപ്. പിടിയിലായ ഇറാൻ പ്രക്ഷോഭകാരെ ഇർഫാൻ സൊൾട്ടാനിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിലെ US സൈനിക സംവിധാനങ്ങളെ പിൻവലിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇറാന്റെ ആക്രമണം മുൻകൂട്ടി കണ്ടായിരുന്നു നടപടി. Been notified and pretty strongly, but we'll find out what that all means. But we've been told that the killing in Iran is stopping, and it's stopped, and it's stopping. And there's no plan for executions or execution or executions. So I've been told that a good authority. We'll find out about it. I'm sure if it happens, we'll all be very upset, including you will be very upset. But that's just gotten to me some information that the killing has stopped, that the executions have stopped. They're not going to have an execution, which a lot of people were talking about for the last couple of days. Today was going to be the day of execution. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇറാൻ വിഷയത്തിൽ ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്ന ഒരു നിലപാട് എങ്ങനെയാണ്? രോഹിണി, ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നിപ്പോൾ നമ്മൾ കേട്ടതുപോലെ, അതായത് അവിടെയുള്ള പ്രക്ഷോഭകാരികളോട് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഇറാൻ നടത്താനുള്ള സാധ്യത ഇനിയില്ല എന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും തനിക്ക് വിവരങ്ങൾ ലഭിച്ചു എന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു ആക്രമണ സാധ്യത അല്ലെങ്കിൽ ഒരു സൈനിക നടപടിക്കുള്ള സാധ്യത ഇപ്പോഴില്ല എന്ന സൂചന തന്നെയാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ പ്രക്ഷോഭകാരികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നു, 26-കാരൻ്റെ വധശിക്ഷ നടപ്പാക്കാനിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടുത്ത നടപടികൾ, ഈ നിയമ നടപടികൾക്ക് ശേഷം വധശിക്ഷ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് സർക്കാരിനെതിരായ കുറ്റകൃത്യം എന്ന രീതിയിൽ അവരെ വധശിക്ഷ, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന നീക്കമുണ്ടാകില്ല എന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും അറിവ് ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു മറുപടി ഉണ്ടായത്. ആ മറുപടിയാണ് നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുന്ന സാധ്യത ഇപ്പോഴില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, പ്രകോപനപരമായൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. തങ്ങളുടെ രാജ്യം അൺറസ്റ്റ് ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനി ട്രംപ് ആവർത്തിക്കരുത്, ഈ തെറ്റ് ഇനിയും ആവർത്തിക്കരുത് എന്നൊരു മുന്നറിയിപ്പിൻ്റെ സ്വഭാവത്തോടെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പക്ഷേ ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ പല സംഭവവികാസങ്ങളും ഉണ്ടായതും. ഇന്നലെ ഖത്തറിലെ അൽ ഉദൈദ എയർപോർട്ടിൽ നിന്നും അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ, അതായത് എയർഫോഴ്സ് സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിമാനങ്ങളും മറ്റു ഉപകരണങ്ങളെല്ലാം തന്നെ പിൻവലിക്കാനൊരു നിർദ്ദേശം നൽകിയിരുന്നു. അത് ഇറാൻ്റെ ആക്രമണത്തെ മുൻകൂട്ടി കണ്ടാണ്. മാത്രമല്ല, മറ്റു ചില സൂചനകളും വന്നിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് മാറ്റി ഇറാനെതിരായ സൈനിക നടപടിയിൽ ഒരു ബാക്കപ്പ് ഫോഴ്സായി നിലനിർത്തുക എന്ന ഒരു സ്ട്രാറ്റജിക് മൂവിൻ്റെ ഭാഗമായും ആണ് എന്നൊരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്രമണ സാധ്യതയില്ല ഇറാനിലേക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു സൈനിക നടപടി ഉണ്ടായേക്കുമെന്ന സൂചന 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിൻ്റെ ട്വീറ്റിൽ വ്യക്തമാക്കിയിരുന്നു. സമൂഹമാധ്യമത്തിൽ കുറിച്ച്, അതായത് ദി ട്രൂത്തിൽ കുറിച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സഹായം ഉടനെത്തുമെന്നൊരു നിലപാടാണ് അന്ന് അറിയിച്ചത്. പോരാട്ടം തുടരുക എന്നൊരു ആഹ്വാനവും ചെയ്തു. പക്ഷേ ഇന്ന് അതിൽ നിന്നും മാറി കുറെ കൂടി ലൈറ്റായൊരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇറാനുമായി വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്താനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമോ എന്നത് സംബന്ധിച്ചും ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക ശാന്തതയിലാണ് ഇറാനും അമേരിക്കയുമായുള്ള ഈ വിഷയം നിലനിൽക്കുന്നത് എന്ന് തന്നെ സൂചിപ്പിക്കുന്ന മറുപടികളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.